വാർത്തകളിലേക്ക് സാനു മാഷിന് വിട. കടലാഴമുള്ള അറിവിന്റെയും ലാളിത്യത്തിന്റെയും സൗമ്യ സാനുക്കൾ സൃഷ്ടിച്ച ഗുരുശ്രേഷ്ഠൻ സാനുമാഷിന് കണ്ണീർ പ്രണാമം അർപ്പിച്ച് സാഹിത്യ കേരളം. ഭൗതിക ശരീരം വസതിയായ സന്ധ്യയിലെത്തിച്ചു. എഴുത്തുകാരൻ KL മോഹനവർമ്മ സാനുമാഷിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാവിലെ 10 മുതൽ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമോപചാരം അർപ്പിക്കാനെത്തും. സംസ്കാരം വൈകുന്നേരം 4-ന് രവിപുരം പൊതുശ്മശാനത്തിലാണ് നടക്കുക. വൈകുന്നേരം 5 മണിക്ക് എറണാകുളം ടൗൺ ഹാളിൽ അനുശോചന യോഗം ചേരും. ഇന്നലെ വൈകിട്ട് 5:35-ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ടായ. രേഷ്മ, ഇപ്പോഴും സാനുമാഷിന്റെ വസതിയിലേക്ക് നിരവധി ആളുകളാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് പ്രതികരണങ്ങളൊക്കെ പുറത്തു വരുന്നത്? വിഷ്ണു, 8:43 കൂടിയാണ് സാനുമാഷിന്റെ വീടായിട്ടുള്ള സന്ധ്യയിലേക്ക് ഭൗതിക ശരീരം എത്തിച്ചത്. ഇവിടെ പൊതുദർശനം പുരോഗമിക്കുകയാണ്. ഒട്ടനവധി പേർ ഇവിടെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അത്ര അധികം ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പൊതുദർശനം കഴിഞ്ഞതിന് ശേഷം നേരെ കൊണ്ടുപോവുക ടൗൺ ഹാളിലേക്കാണ്. ടൗൺ ഹാളിൽ 10 മണി മുതൽ പൊതുദർശനം ഉണ്ടാകും. അവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് എത്തുക. അതിനുശേഷം വൈകുന്നേരം 4 മണിയോടുകൂടി ഭൗതികദേഹം രവിപുരം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. എന്തായാലും സന്ധ്യ എന്നുള്ള വീട്ടിൽ നിലവിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം കൊച്ചി നിവാസികൾക്ക് ഏറെ പ്രിയങ്കരനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് സാനുമാഷിൻ്റേത്. അത്ര കണ്ട് കൊച്ചിയോട് ചേർന്ന് നിന്നിരുന്ന ഒരു വ്യക്തിത്വം. എഴുത്തുകാരൻ, സാഹിത്യകാരൻ എന്നതിനേക്കാൾ ഉപരി ഈ കൊച്ചിയുടെ നഗരഹൃദയത്തിൽ എല്ലാ പ്രശ്നങ്ങളിലും കൃത്യമായിട്ട് ഇടപെട്ടിരുന്ന ഒരു സാമൂഹിക പ്രവർത്തകൻ കൂടിയായിരുന്നു സാനു മാസ്റ്റർ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര രാവിലെ 7 മണി മുതൽ തന്നെ ഇവിടെ ആളുകൾ എത്തിച്ചേർന്നിരുന്നു. 8:43 കൂടിയാണ് അമൃത ആശുപത്രിയിൽ നിന്നും മൃതശരീരം ഇവിടേക്ക് എത്തിച്ചത്. അവിടെ 8 മണിക്ക് തന്നെ അവിടെ ആംബുലൻസിലേക്ക് മൃതശരീരം കയറ്റി ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. ഇന്നലെ 5:35 കൂടിയാണ് സാനു മാസ്റ്ററുടെ വിയോഗം സംഭവിച്ചിരിക്കുന്നത്. അതിനുശേഷം അമൃത ആശുപത്രിയിൽ പ്രത്യേകം ബ്ലോക്കിൽ അവിടെ പൊതുജനങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അതോടൊപ്പം തന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ മാഷിന് ആദരാഞ്ജലികൾ അവിടെ എത്തി അർപ്പിച്ചിരുന്നു. എന്തായാലും ഇവിടെ നിരവധി പേർ എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചധികം നിലവിൽ നിശ്ചയിച്ചിട്ടുള്ള സമയം എന്ന് പറയുന്നത് 10 മണിക്ക് ടൗൺ ഹാളിൽ പൊതുദർശനം ആരംഭിക്കണമെന്നുള്ളതാണ്. പക്ഷേ ഇത്രയധികം ആളുകൾ കടന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും അദ്ദേഹത്തെ അവസാനമായിട്ട് കാണാനായിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ നിശ്ചയിച്ചിട്ടുള്ള സമയക്രമത്തിൽ ഒരു ചെറിയ നേരിയ വ്യത്യാസമൊക്കെ തന്നെ ഉണ്ടായേക്കാം. എന്തായാലും നിരവധി പേരാണ് സന്ധ്യ എന്നുള്ള വീട്ടിലേക്ക് വരുന്നത്. ഇവിടെയാണ് നമുക്കറിയാം എന്തെങ്കിലും ഒരു സാമൂഹ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ മാധ്യമങ്ങളും എത്തിച്ചേരുന്നത് സാനുമാഷിന്റെ സ്വന്തം വീടായ സന്ധ്യയിലേക്കാണ്. ഈ സന്ധ്യയുടെ ഈ ഒരു ഉമ്മറത്ത് ഇരുന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. ഈ ഒരു വീട്ടിലേക്ക് ഏതൊരാൾക്കും കടന്നു ചെല്ലാൻ സാധിക്കുമായിരുന്നു. സന്ധ്യ എന്നുള്ള വീടും സാനുമാഷ് എന്നുള്ള പേരും കൊച്ചിക്കാർക്ക് അത്ര കണ്ട് പ്രിയമാണ്. കാരണം ഏത് സാധാരണക്കാരനും ഏത് സമയത്തും എത്തി സന്ധ്യ എന്നുള്ള വീട്ടിൽ വന്ന് ബെല്ലടിച്ചു കഴിഞ്ഞാൽ സാനുമാഷ് ഇറങ്ങി വരും. സാനുമാഷ് വന്ന് കാര്യങ്ങൾ തിരക്കും. ആ പ്രശ്നങ്ങളിൽ ഇടപെടാനായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഉറപ്പും പിന്നീട് ഉണ്ടായേക്കും. അത് തന്നെയാണ് ഇത്രയധികം ആളുകൾ എത്തിച്ചേരാനായിട്ടുള്ള കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും കൊച്ചി നിവാസികൾക്ക് മാത്രമല്ല കേരളത്തിന്റെ ഒരു സാംസ്കാരിക മുഖമാണ് സാനു മാസ്റ്റർ. ആ സാനു മാസ്റ്ററുടെ വിയോഗം അത്യധികം ദുഃഖത്തോടു കൂടി തന്നെയാണ് എല്ലാവരും ശ്രമിച്ചത്. എന്തായാലും 10 മണിക്കാണ് ടൗൺ ഹാളിൽ പൊതുദർശനം. അതിനുശേഷം മണിക്കൂറുകളോളം അവിടെ തന്നെ പൊതുദർശനം ഉണ്ടാകും. പിന്നീട് 4 മണിക്കാണ് രവിപുരം ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. വിഷ്ണു, ശരി, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.